വാർത്തയാണ് ഞങ്ങളെ ഈ പ്രൊജക്ട് ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. ICMR-ന്റെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏകദേശം 10.1 കോടി ജനങ്ങൾക്കാണ് പ്രമേഹ രോഗം ഉള്ളത്. മറ്റു മിക്ക രാജ്യങ്ങളിലെയും ജനസംഖ്യയേക്കാൾ കൂടുതലാണ് ഇത്. ജീവിതശൈലി രോഗമായ പ്രമേഹത്തെ 3 തരംതിരിച്ചിരിക്കുന്നു. ടൈപ്പ് 1, ടൈപ്പ് 2. ഗർഭിണികളിൽ വന്നുപോയി മരിക്കുന്ന ഗ്യാസ്ട്രസ്, ഡയബറ്റീസ് എന്നിവയാണവ എന്നും ഡോക്ടറുമായുള്ള അഭിമുഖത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായി. പ്രമേഹത്തിന്റെ ചികിത്സാ രീതിയും അതുമൂലമുള്ള പ്രശ്നങ്ങളും ഡോക്ടർ ഞങ്ങൾക്ക് വിശദീകരിച്ചു. ദീർഘകാലത്തെ ഗുളികയുടെ ഉപയോഗം ചില സൈഡ് എഫക്ട് ഉണ്ടാകുമെന്നും പ്രമേഹ രോഗികൾ ദീർഘകാലം മരുന്നുകൾ കഴിക്കേണ്ടി വരുമെന്നും അഭിമുഖത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായി. പ്രമേഹത്തിന് ഇൻഷുർ റിലീഫ് എന്ന ആശയത്തോടെ ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു ഷുഗർ റിലീസ് മെഷീൻ. നമുക്കിനി ഈ മെഷീൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ഈ ട്യൂബ് കൈകളിലെ ഞരമ്പുകളിൽ ഘടിപ്പിക്കുമ്പോൾ മെഷീനിലേക്ക് രക്തം പ്രവഹിക്കുന്നു. എന്നിട്ട് കൺട്രോൾ യൂണിറ്റ് ഓണാക്കുമ്പോൾ ഒരു കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ രക്തത്തിലെ കാർബോഹൈഡ്രേറ്റ് ഈ മെഷീൻ ആകർഷിക്കുന്നു. ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് കമ്പ്യൂട്ടറിൽ ക്രമീകരിക്കുമ്പോൾ അതോടൊപ്പം മെഷീൻ താഴെ കട്ടാക്കാവുകയും ചെയ്യും. അടുത്തൊരു എമർജൻസി കോംപ്ലിക്കേഷൻ ആണ് കീറ്റോഅസിഡോസിസ് എന്ന് പറയുന്നത്. അതായത് കീറ്റോണിന്റെ അളവ് രക്തത്തിൽ കൂടുതലായി വരും. അപ്പം ആദ്യം ഗ്ലൂക്കോസിന് കഴിക്കും നിങ്ങൾക്കറിയാം, അതായത് ഫാറ്റിന് കഴിക്കും. അപ്പം ഫാറ്റിന് കഴിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് കീറ്റോൺ ബോഡീസ്. അപ്പം ഷുഗർ കുറവാകുമ്പോൾ ഈ കീറ്റോൺ ബോഡീസാണ് നമ്മുടെ ശരീരം അടുത്ത എനർജി